നീ ഒരു അക്ഷരം മിണ്ടരുത് സൂരജ്. എടി അങ്ങനെയല്ലടി. എങ്ങനെയല്ലെന്ന്? എടി അവനത് മിണ്ടരുത്. നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. ജീവിതത്തിൽ ആരെങ്കിലും പ്രപ്പോസെങ്കിലും ചെയ്തിട്ടുണ്ടോ? നെവർ. പിന്നെ താൻ എന്തേ ലവ് ഡോക്ടർ കളിക്കുന്നത്? യു നോ കോച്ചസ് ഡോണ്ട് പ്ലേ. കോച്ച് അങ്ങോട്ട് മാറിന്ന് കൂട്ടുകാരൻ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ആമ്പിള്ളേർക്കേ ലോജിക്കും റീസണിങ്ങും ഒന്നും ഇല്ലാണ്ട് സംസാരിക്കാൻ പറ്റില്ല. അതല്ലടി, ആ ബർത്ത്ഡേയുടെ കാര്യമാണെങ്കിൽ അത് എടാ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ബർത്ത്ഡേ. എല്ലാ റിലേഷൻഷിപ്പും ഇങ്ങനെ തന്നെയാ. ആദ്യമൊക്കെ വലിയ കാര്യമായിരിക്കും, ചെറിയ കാര്യങ്ങൾ വരെ ആഘോഷിക്കും. മുന്നോട്ട് പോകും തോറും ഓരോന്നായി കുറഞ്ഞു വരും. പ്രയോറിറ്റീസ് മാറും, എക്സൈറ്റ്മെന്റ് കുറയും, മെല്ലെ നമ്മളൊരു ബാധ്യതയാവും. അവൻ വന്നേ പിന്നെ ഞാൻ വീണ്ടും ഒന്ന് ചിരിച്ചു തുടങ്ങി. ഇനിയും തെറപ്പിസ്റ്റിന് കൊടുക്കാൻ എൻ്റെ കാശില്ലടാ. എടി, നിന്റെ കൺസേൺ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. നീ ചുമ്മാ ഓവർ തിങ്ക് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നീ അവനൊന്ന് വിളിച്ചേ. അവന്റെ ഫോണിൽ ഔട്ട് ഗോയിങ് ഇല്ല, എന്നെ ഇങ്ങോട്ട് വിളിക്കാലോ. പാവം ചക്കൻ വിഷമിച്ച് കരഞ്ഞിരിക്കും. പിന്നെ അർജുൻ കരയാൻ ഇത്രയും നാളായിട്ട് അവന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വരുന്ന ഞാൻ കണ്ടിട്ടില്ല. കല്യാണം അവൻ കല്ല്.